അല്ലേ? എന്താ നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട് ജനാധിപത്യപരമായ മതേതരത്വപരമായ രാഷ്ട്രമാണ്, അല്ലെ? നമ്മുടെ നാട്ടില് ഏത് മതവിശ്വാസികൾക്കും അവരുടെ മതങ്ങളും മതത്തിന്റെ ചിഹ്നങ്ങളും അനുസരിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതെ, വളരെ ടോപ്പായിട്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെന്റ് എല്ലാവർക്കും കൂടി. അപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു അഭിപ്രായം മാത്രാട്ടോ. ഞാൻ ഈ പറയുന്നത് നമ്മുടെ അഭിപ്രായം മാത്രം, ആർക്കും പറയാലോ. ഇപ്പോ എറണാകുളം പള്ളിരുത്തി സ്കൂളിലെ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആ സ്കൂളിലേക്ക് 5-6 മാസമായി ക്ലാസ്സിൽ പോവാൻ തുടങ്ങിയിട്ട് ഒരു സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യാണ്, ഹിജാബ് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി ചെല്ലാണ്. അതങ്ങനെ വന്നിരുന്നില്ല. അങ്ങനെ കുറെ സമയത്തിന് ശേഷം അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറയാച്ചെങ്കില് അറിവാണ്, ഇൽമാണ്, അത് എപ്പോഴും കിട്ടും. അത് ഇന്നില്ലാത്ത നാളെ കിട്ടും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞെങ്കിൽ ഒരു മദ്യപാന ഒരാള്, എന്നും മദ്യപിക്കുന്ന ഒരാള്, അയാൾക്ക് അതിന്റെ ദൂഷ്യഫലങ്ങൾ ആരോ പറഞ്ഞു കൊടുത്ത്. അപ്പൊ അയാൾ ഇന്നലെ മുതല് മദ്യപാനം നിർത്തി. അപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഇന്നലെ വരെ കുടിച്ചിട്ട് എന്തെന്ന് കുടിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇന്നലെ വരെ ആ കുട്ടിക്ക് ചിലപ്പം തട്ടം മറക്കണതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടിയുടെ പഠനത്തിന്റെ കാര്യത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി പട്ടം ധരിച്ചു എന്ന് പറയാം. അപ്പൊ അതത്രേ ഉള്ളൂ ആ വിഷയം. എന്തായാലും ആ കുട്ടി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞത് ഇവിടെ സ്കൂളിന്റേതായ ഒരു യൂണിഫോം ഉണ്ട്, അത് ധരിച്ചുകൊണ്ടാണ് ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്, അതുകൊണ്ട് അത് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതാണ് ഇപ്പൊ വിഷയത്തിന് തുടക്കം. അപ്പൊ അത് പിന്നീട് രക്ഷിതാക്കൾ അറിയുന്നു, പിന്നീട് മറ്റുള്ള ആളുകൾ അത് ഏറ്റെടുക്കുന്നു. എന്തായാലും ഇതിൽ 2 വിഷയം നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഒരു ഭാഗത്തുകൂടെ ചിന്തിക്കുമ്പോൾ സ്കൂളിനെയോ അതിന്റെ പ്രിൻസിപ്പാളിനെയോ അതിന്റെ അല്ലെങ്കിൽ കമ്മിറ്റി അല്ലെങ്കിൽ PTA ആ കമ്മിറ്റി ഭാരവാഹികളെയോ നമുക്ക് ഒരു അർത്ഥത്തിൽ കുറ്റം പറയാൻ പറ്റില്ല ഇതിന്റെ വിഷയത്തിൽ. കാരണം എന്താണെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായ നിയമാവലി ഉണ്ടാവും. ഏതിനുണ്ടാവും. ഏത് ചെറിയ സ്ഥാപനമാണെങ്കിലും അതിന്റെ നിയമാവലി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ മക്കളെ നമ്മൾ ട്യൂഷൻ സെന്റർ ചേർക്കാറുണ്ട്, അതിൽ പോലും എന്ത് ചെയ്യാറുണ്ട്, നിയമാവലി ഉണ്ട്. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ അവിടെ വരാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഈ നിയമാവലിയിൽ പറഞ്ഞ രൂപത്തിൽ കുട്ടി വന്നാൽ ആ കുട്ടിയെ സ്വീകരിക്കുന്ന അവർ പറഞ്ഞു. പക്ഷെ ആ നിയമാവലി ഈ രക്ഷിതാക്കള് വായിച്ച് കേട്ട് ഒപ്പിട്ട് കൊടുത്തതാണ്. പിന്നീട് ഈ വിഷയത്തിൽ അവിടെ ചാൻസ് ഇല്ല. അപ്പൊ നമ്മൾ ഒരു അർത്ഥത്തിൽ കുറ്റം പറയാന് സ്കൂൾ മാനേജ്മെന്റ് പറയാൻ പറ്റില്ല. കാരണം ഇവര് ചെന്ന് കയറി ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തില് പിന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തില് രക്ഷിതാക്കൾ നല്ലൊരു പറ്റം രക്ഷിതാക്കളെ ശ്രദ്ധിക്കാത്തവരുണ്ട്. ഒരു പറ്റം രക്ഷിതാക്കള് പിന്നെ മുസ്ലിം ഇതിലൊക്കെ കോളേജുകൾ സ്കൂളിലൊക്കെ തെരഞ്ഞെടുത്ത് ചേർക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ അച്ചടക്കത്തിൽ കുട്ടികൾ വളരാന്. ആ കുട്ടികൾ അച്ചടക്കത്തിൽ വളരുന്നുണ്ട്. ഒരു നിയന്ത്രണവും ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ചേർത്ത് അത് രക്ഷിതാക്കളെ കുറ്റം പറയില്ല. പല രക്ഷിതാക്കളും കുട്ടികൾ എന്റെ മകൻ എനിക്ക് കിട്ടാത്ത ഇൽമു കൂടി അറിവ് കൂടി എന്റെ മകനക്ക് കിട്ടണം, എന്റെ മകൾക്ക് കിട്ടണം എന്ന നല്ലൊരു താല്പര്യത്തോടെയാണ് ആ നാട്ടിലെ അല്ലെങ്കിൽ ആ ചുറ്റുപാടിലെ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുക്കുക. അതിന് ഇനി എത്ര കാശ് മുടക്കേണ്ടി വന്നാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം എന്ന അർത്ഥത്തിലാണ് ഇവരൊക്കെ ഇതുപോലെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണത്. ഞാനൊരു കൂടുതൽ കാര്യം പറയാം. പൊതുവെ നമ്മുടെ ധാരണ, നമ്മളെ നല്ല മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ധാരണയുണ്ട്, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയാൽ നന്നായിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, പഠിക്കുന്നത്. അതൊരു അർത്ഥത്തിൽ വളരെ വിഡ്ഢിത്തരമാണ്. കാരണം അവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അവിടെ എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അതൊരു വിഷയം വേറെ. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് പല രക്ഷിതാക്കളും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തേടി പോകുന്നത്. എന്നാൽ അതിനേക്കാളും മികച്ച വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ സ്കൂളിൽ പിന്നെ ഒരുപാട് കുട്ടികളെ ഇനിയും പഠിക്കുന്നുണ്ട്. അവർക്ക് ഒക്കെ ശരിക്കും ഇപ്പൊ അവരപ്പോഴത്തെ നിലപാട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അവരൊന്നും ശരിക്കും മാർക്കോട് കൂടി ജയിക്കൂല. കാരണം അവരവര് അങ്ങനെയാണ്. അത് അവിടുത്തെ പ്രധാന അധ്യാപകന്റെ അറിവ് നമ്മൾ കണ്ട്. അത് കണ്ടു. പിന്നെ ബാക്കിയുള്ളവരെ പറയാനില്ലല്ലോ. പിന്നെ രണ്ടാമത് വിഷയം എന്താ വെച്ചെങ്കില് നമ്മുടെ സമുദായത്തിനോട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് അറിവ് കിട്ടുക എന്നതിനേക്കാളും മികച്ചത് തിരിച്ചറിവാണ്. അതെ, അറിവ് വേണം.
അറിവുണ്ടായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനാവണില്ല. ഇന്ന് നമ്മുടെ നാട്ടില് എന്തെല്ലാം കൊലപാതകങ്ങള്, ചതികള്, വഞ്ചനകള്, അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങള്, അതുപോലെ തന്നെ വ്യഭിചാരങ്ങള്, മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിന്റെ വ്യാപനം, അതിന്റെ വിൽപ്പന, ഇതൊക്കെ നടത്തുന്നവര് വിദ്യാഭ്യാസം കുറഞ്ഞവരല്ല, ഏറ്റവും നല്ല വിദ്യ ഉള്ള ആളുകളാണ് ഇതൊക്കെ നടത്തുന്നത്. പക്ഷെ ആ അറിവ് കൊണ്ട് എന്തില്ല, തിരിച്ചറിവ് വേണം. അവർക്ക് ആ തിരിച്ചറിവില്ല. ഇത് നമ്മുടെ രക്ഷിതാക്കൾക്ക്, നമ്മുടെ സമുദായത്തിന് ഇല്ലാതെ പോയ കാര്യം തിരിച്ചറിവാണ്. അറിവിനേക്കാൾ പ്രധാനമാണ് തിരിച്ചറിവ് എന്ന് പറഞ്ഞാല്, ഈ കുട്ടി പഠിക്കുന്നത് കൊണ്ട്, ഈ കുട്ടിക്ക് നമ്മൾ എന്റെ മകനിക്ക് ഞാനൊരു അറിവ് കൊടുക്കുന്നത് കൊണ്ട്, ആ അറിവ് കൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ. മനസ്സിലാക്കണം. എന്റെ മകൻ പഠിക്കുന്നത് കൊണ്ട് എന്റെ മകൻ മാത്രം രക്ഷപ്പെട്ടാ പോരാ. എന്റെ മകനെ കൊണ്ട് എന്റെ നാട്, എന്റെ സമൂഹം, എന്റെ സമുദായം, ഈ രാജ്യം മുഴുവനും, ഈ നാട്ടുകാർ മുഴുവനും രക്ഷപ്പെടണം. അതിന് കഴിയുന്ന അറിവായിരിക്കണം കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടത്. ആ അറിവ് കൊടുക്കണമെങ്കിൽ ഒരു മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചു കൊടുക്കണം. കാരണം ഞാൻ പഠിക്കുമ്പോൾ എന്റെ രക്ഷിതാവിനെ കണ്ടാൽ ബഹുമാനിക്കണം, എന്റെ അധ്യാപനെ കണ്ടാൽ ബഹുമാനിക്കണം, എന്നേക്കാൾ മൂത്തവരെ കണ്ടാൽ ബഹുമാനിക്കണം എന്നുള്ളൊരു അറിവ് കൂടി കുട്ടിക്ക് കൊടുത്താലാ ആ കുട്ടിക്ക് അറിവ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ അവിടെ തന്നെ ആ സ്കൂളിൽ തന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ ഉള്ള വിഷയം അവിടെ തന്നെ ചർച്ച ചെയ്ത് അവിടെ തന്നെ തീരാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ചാനലുകളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ചില വാസികളുടെ പേരിലും മറ്റുമൊക്കെ അതിൽ നമ്മൾ കുറ്റം പറയാനുള്ളത്, ഒരു സ്ഥാപനത്തിന് ഒരു കമ്മിറ്റി, ഒരു PTA കമ്മിറ്റി, പ്രത്യേകിച്ച് സ്കൂളൊക്കെ ആകുമ്പോ അതില് PTA കമ്മിറ്റിയൊക്കെ നല്ല പക്വമായി ഇടപെടണം. ഒരാളോട് നമ്മൾ എന്ത് ചെയ്യും, വൈരാഗ്യ ബുദ്ധിയോട് എന്ത് ചെയ്യാൻ പാടില്ല. സ്ഥാപനമല്ല, ഒരു സ്ഥാപനത്തിൽ എല്ലാ മതസ്ഥരും പഠിക്കും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ അത് അവരെ രക്ഷിതാക്കളെയും ആ കുട്ടികളെയും വിളിച്ച് രമ്യമായി നല്ല നോർമലായിട്ട് പറഞ്ഞ് പരിഹരിക്കേണ്ട വിഷയമുള്ളൂ. അത് അവരുടെ കയ്യിൽ വന്നൊരു വീഴ്ചയാണ്. അതവർ സമ്മതിക്കണം. കാരണം എങ്കിൽ ഈ വിഷയം എത്രത്തോളം പർവ്വതീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊന്നുണ്ട്, ഇത് നമ്മുടെ സമൂഹത്തിന് പഠിക്കാനുള്ളൊരു ഈ പഠിച്ചോണ്ടല്ലോ സൃഷ്ടാവ് സമൂഹത്തിന് പഠിക്കാൻ ഓരോരോ അജായിബുകൾ, ഓരോരോ അവസ്ഥകൾ ഉണ്ടാക്കും. അത് ഓരോ നിമിത്തങ്ങള് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിപ്പോ ഒരു നിമിത്താണ്. ഇത് നിങ്ങളൊരു കുട്ടിയെ ഇപ്പോ ഹിജാബ് ധരിച്ച നിന്റെ കുട്ടി ഹിജാബൊക്കെ ധരിച്ച് ഒരു ഇസ്ലാമിക രീതിയിൽ പോണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ച ഒരു വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കണം എന്നാണ് ഈ വിധി പറയുന്നത്, ദൈവീക വിധി പറയുന്നത്. അല്ലാതെ ഏതിലെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് എന്തെങ്കിലും കുറെ കുട്ടിക്ക് വാരി കൊടുക്കുക. അതാ പറയുന്നത്, നമ്മുടെ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും അറിവ് മാത്രമല്ല, അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം. ആ ഉപകാരം ഉണ്ടാകണമെങ്കിൽ ആ ഉപകാരം നേടിക്കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനമായിരിക്കണം. സ്ഥാപനമായിരിക്കണം. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മള് അഭിമാനത്തോടെ പറയാം, മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് ഹൈ ലെവല് വളർന്ന സ്ഥാപനങ്ങളുണ്ട്, ഇഷ്ടംപോലുണ്ട്. ആ സ്ഥാപനത്തിൽ പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് ഇതര മത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അഡ്മിഷനിക്ക് വേണ്ടി ക്യൂ നിൽക്കണം. കാരണം എന്താണ്, ഉയർന്ന വിദ്യാഭ്യാസം, അതിന്റെ അപ്പുറം നല്ല ഉയർന്ന ജീവിത മൂല്യങ്ങൾ. എല്ലാ മതവിഭാഗത്തിന്റെയും ആചാര അനുഷ്ഠാനങ്ങൾ അംഗീകരിക്കാൻ സമ്മതിച്ചു കൊടുക്കാണ്. അവിടെയാണ് വിജയം. ഇപ്പൊ ഈ മുസ്ലിം സ്ഥാപനങ്ങളിൽ പഠിച്ചു പോന്ന മറ്റ് ഇതര മതസ്ഥരായ ആളുകളുണ്ട്. അവരൊക്കെ ആ നല്ലൊരു ജീവിതമാണ് അവരൊക്കെ നയിക്കുന്നത്. അവരിൽ നിന്നൊരു ഒരു മോശപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന അറിവ് എന്താ വെച്ചിട്ടാ, നിങ്ങൾ അറിവ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അച്ഛനെ, നിങ്ങളുടെ അമ്മയെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. പ്രാഥമികമായിട്ട് അതാണ് പഠിപ്പിക്കുന്നത്. അത് പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഈ അറിവ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. പിന്നെ മൂത്തവരെന്നെ എപ്പോഴും വേണ്ടതാണ് അറിവ്. ഏറ്റവും കൂടുതൽ വേണ്ട തിരിച്ചറിവാണ്. എല്ലാ വിഷയത്തിലും നമുക്ക് വേണ്ട കാര്യം അതാണ്. ഇന്ന് നമ്മുടെ നാട്ടില് ന്യൂ ജനറേഷനൊക്കെ അറിവ് ഒരുപാടുണ്ട്, തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് ആ കുട്ടികൾ, നമുക്ക് നമ്മുടെ മക്കളെ കുറ്റം പറയില്ല. ഇന്ന് ഓരോ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ അവര് വിദ്യാർത്ഥികളാണോ എന്ന് പോലും കാണാൻ കഴിയില്ല, കണ്ടാ തോന്നൂല. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ ഇടപെടലുകളൊക്കെ ഉണ്ടായി. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ തരേണ്ട കാര്യം, ഹിജാബ് ഒരു ഇസ്ലാം മതവിശ്വാസികളോട് മാത്രം പറയുന്ന കാര്യമാണ്. ഒരാളെ അടിച്ചേൽപ്പിക്കണില്ല. പല ആളുകളും ചാനൽ ചർച്ചയിൽ കാണാം, ഇസ്ലാം സ്ത്രീകളെ
എന്ത് ചെയ്യാണ്, ബന്ധസ്ഥരാക്കാണ്. ഒരു മൂടുപടത്തിന്റെ ഉള്ളിൽ, ഒരു പർദ്ദക്കുള്ളിൽ, ഒരു തട്ടത്തിന്റെ ഉള്ളിൽ അവരെ പിടിച്ചു മുറുക്കി കെട്ടി ഇങ്ങനെ വെച്ചിക്കാണെന്നൊക്കെ. ഇസ്ലാം ഒരാളോട് നിർബന്ധ ബുദ്ധി പറയുന്നില്ല. പറയുന്നത് ആരോടാണ്? ഇസ്ലാം മതത്തിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മൂടുപടം താത്തിക്കളയണം. അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി. അല്ലാതെ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ചുറ്റുപാട് അന്വേഷിച്ചാൽ അറിയാലോ, ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് ഏത് വിഭാഗത്തിനാ? സ്ത്രീ വിഭാഗത്തിൽ. തുറന്നിട്ട് നടക്കുന്നവർക്ക്, ഇങ്ങനെ മൂടുപാടിട്ട് നടക്കുന്നവർക്കൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, മൂടുപടം അണിഞ്ഞ് അതിന്റെ സുഖവും അതിന്റെ സംരക്ഷണവും ഏറ്റെടുത്ത ആളുകള് അത് സ്ഥിരമാക്കുന്ന ആളുകളാ. അതെ, അത് സ്ഥിരമാക്കുന്ന ആളാണ്. അതാണ് ഇവിടെയും പറ്റിയിട്ടുണ്ടായിരിക്കാം. ഈ കുട്ടിക്ക് അതിനോട് കുറച്ചൊരു ഇതുണ്ടായിരിക്കാം. ഇപ്പൊ എങ്ങനെയായാലും പിന്നെ നമുക്കിപ്പോ ഈ ചർച്ചയിൽ നമ്മള് അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ നമുക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ മതവിഭാഗത്തിന്റെ ആളുകളോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മതങ്ങൾക്കായിരിക്കണം, നമ്മുടെ മതവിശ്വാസത്തിനായിരിക്കണം. നമ്മൾ ദുന്യവ്യായ ജീവിതത്തിൽ എത്ര വലിയ അറിവ് പഠിച്ചവരാണെങ്കിലും ആ അറിവിനേക്കാൾ അപ്പുറം നമുക്ക് വേറെ യാത്രയുണ്ട്. അതെ, തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട്. യാത്രക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നതും. ആ യാത്രക്ക് ഉപകാരമുള്ള അറിവും അതിന് ഉപകാരമുള്ള സ്ഥലവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം, തെരഞ്ഞെടുക്കണം. അങ്ങനെ വിജയത്തിലെത്താൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വരാം.